പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ആയുസ്സും ആരോഗ്യവും തന്നല്ലോ. ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം നമുക്കെല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ളതായ വേദഭാഗമാണ്. അവൻ ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണ് വീണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. നമുക്ക് ഈ വേദഭാഗം സുപരിചിതമാണ് എങ്കിൽ പോലും നമ്മുടെ കൊച്ചു ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, ഇമ്പമേറിയ നിൻ അൻപുള്ള സ്വരം, മുൻപേ നടന്നു സാദ കേൾപ്പിക്കണമേ, മുൻപേ നടന്നു സാദ കേൾപ്പിക്കണമേ. അന്ധകാരമാമീ ലോകയാത്രയിൽ, അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ, ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാകാൻ, വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാകാൻ, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുവിൻ, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുവിൻ. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇന്ന് ഇപ്പോൾ അടിയങ്ങൾ വായിച്ചതായ വേദഭാഗം അങ്ങയുടെ മുറിഞ്ഞ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുവാൻ ഒത്തിരി ആഗ്രഹത്തോടിരിക്കുന്ന നിൻ്റെ മക്കളോട് ഈ വചനമൊന്ന് പങ്കുവയ്ക്കുവാൻ, ജീവിത യാഥാർത്ഥ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പങ്കുവയ്ക്കുവാൻ നിൻ്റെ അഭിഷിക്തനെ ബലപ്പെടുത്തണമേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ശുശ്രൂഷ പരിപൂർണമായി നീ ഏറ്റെടുക്കുമാറാകണമേ. കേൾക്കുന്നവർക്ക് പ്രയോജനകരമായി തീരണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സർവ്വവിശുദ്ധന്മാരുടെയും മധ്യസ്ഥത യാചിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ആമീൻ. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഒരു പട്ടണത്തിലിരിക്കുമ്പോൾ ഒത്തിരി ആളുകളെല്ലാം അവനെ കാണുവാൻ കടന്നു വന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വരികയാണ്. മോശയുടെ കാലം മുതൽ ആ സമയമൊക്കെ കുഷ്ഠരോഗികളെ സംബന്ധിച്ച് അതിന് പ്രത്യേകമായ മരുന്നില്ല. കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു നിവൃത്തിയുമില്ല, സമൂഹത്തിൽ തള്ളപ്പെടും. പഴയ നിയമത്തിൽ ആ കാര്യമെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ അശുദ്ധനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം, ആളുകൾ കൂടുതലെടുത്ത് പോകാൻ സാധിക്കുകയില്ല. രോഗം ഭേദമാകുമ്പോൾ ആയാൽ തന്നെ പുരോഹിതന്മാർ സാക്ഷ്യപ്പെടുത്തണം. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കുഷ്ഠരോഗികളുടെ അവസ്ഥ പരമദയനീയമായിരുന്നു. ആ രോഗം വന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് മരിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അത്രമാത്രം സഹനം നിറഞ്ഞതായ, മറ്റുള്ളവരുടെ വെറുപ്പെല്ലാം ഏറ്റുവാങ്ങുന്നതായ, കണ്ണീരണിഞ്ഞതായ ഒരു ജീവിതമാണ് അന്നത്തെ കുഷ്ഠരോഗികൾ നയിച്ചു കൊണ്ടിരുന്നത്, പാവങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അസുഖം ഒരിക്കലും ഭേദമാകില്ല എന്നുള്ളതായ ബോധ്യം എല്ലാ കുഷ്ഠരോഗികൾക്കുമുണ്ട്, സമൂഹത്തിനുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്.
യേശു സൗഖ്യം നൽകുന്നവനാണ് എന്നവന് വിശ്വാസമുണ്ടായിരുന്നിരിക്കാം. അതാണ് അവൻ കടന്നു വന്നത്. യേശുവിനെക്കുറിച്ച് അവൻ കേട്ടിട്ടുണ്ടായിരിക്കാം. ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് ഞാനൊന്ന് കടന്നു ചെന്ന് ഞാൻ അവനൊന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗഖ്യം കിട്ടുമല്ലോ എന്നുള്ളതായ വലിയ വിശ്വാസത്തോടെയാണ് ആ പാവപ്പെട്ട മനുഷ്യൻ, ആ കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നത്. ഇനി അവിടെ കടന്നു വന്നിട്ട് നമ്മൾ വായിച്ചത് ഇങ്ങനെയാണല്ലോ. അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കവിണ്ണു വീണ് യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്, യാചിക്കുകയാണ്. യേശുവേ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അവൻ അപേക്ഷിക്കുകയാണ്. അവിടെ കാണുന്നത് അവൻ്റെ വിശ്വാസം മാത്രമല്ല, ഒരു പരിപൂർണമായ സറണ്ടർ, സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കവിണ്ണു വീണ് നമസ്കരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് വിനയപ്പെടുത്തിക്കൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ മറ്റൊരു ആശ്രയമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക്, മരുന്നില്ലാത്തൊരവസ്ഥയിലേക്ക്, ഇനി രോഗം ഭേദമാകില്ല എന്നുള്ളതായ ആ സാഹചര്യം ഉള്ള ആ ഭയാനകമായ നിരാശമുറ്റിയതായ അനുഭവത്തിൽ ആ പാവപ്പെട്ട കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണ്. ഒരു കത്തദാസൻ്റെ ഒരു അനുഭവം ഞാനൊന്ന് ഈ സമയത്ത് പങ്കുവയ്ക്കട്ടെ. മൂവാറ്റുപുഴയിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന കർത്തദാസൻ, ബിസിനസ്സെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പല കാരണങ്ങളാൽ ബിസിനസ്സെല്ലാം തകർന്നു പോയി, കടയെല്ലാം പൂട്ടി. അതിനോടനുബന്ധിച്ച് സ്വന്തമുണ്ടായിരുന്ന ആ വീടും പറമ്പുമെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി. വാടക വീട്ടിൽ താമസം ആരംഭിച്ചു. ജീവിത പങ്കാളി 2 കുഞ്ഞുങ്ങളുമുണ്ട്. ഏറ്റവും നിരാശപ്പെട്ട് മുന്നോട്ട് പോകുന്ന സമയം. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് നെഞ്ചുവേദനയുണ്ടായി. ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഒത്തിരി ബ്ലോക്കുകളുണ്ട്. അങ്ങനെ കടബാധ്യത ഒരു വശത്ത്, കടബാധ്യത മാത്രമല്ല, വീടും പറമ്പുമെല്ലാം നഷ്ടപ്പെട്ടു, ബിസിനസ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെയാണ് വാടക വീട് താമസിക്കുമ്പോൾ നെഞ്ചുവേദനയും അനുഭവപ്പെട്ടു, ഹൃദയ സംബന്ധമായ അസുഖത്തിലും കടന്നു വന്നു. ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമായി മാറി. കുഷ്ഠരോഗിയായ മനുഷ്യൻ നാട്ടുകാരാലും വീട്ടുകാരാലുമെല്ലാം ഉപേക്ഷിക്കപ്പെട്ട അതേ അവസ്ഥയിൽ തന്നെ ഈ പറഞ്ഞ സഹോദരൻ്റെ ആ ജീവിതവും നാട്ടുകാരും വീട്ടുകാരുമെല്ലാം വെറുക്കുന്ന, സഹനങ്ങൾ മാത്രമായ ഒരു അവസ്ഥയിലേക്ക് മാറി. സ്നേഹമുള്ളവരെ, ഇതുപോലെ ഒത്തിരി ജീവിതങ്ങളിപ്പോൾ നീറിപ്പുകയുന്ന, സങ്കടമുള്ള, നിരാശയുള്ള ജീവിതം നയിക്കുന്ന ആളുകളിപ്പോൾ ഈ ദൈവവചനം കേട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. ഞാനിതെല്ലാം ഇപ്പോൾ ചിന്തിക്കുവാൻ കാരണം, ഈ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യമാണ്, ദൈവത്തെ അറിഞ്ഞ, ത്രിയേക ദൈവത്തെ, സത്യദൈവത്തെ രുചിച്ചറിഞ്ഞ, കൃത്യമായി പള്ളിയിൽ പോകുന്ന, അല്ലെങ്കിൽ സുവിശേഷങ്ങൾ സംബന്ധിക്കുന്ന, വചനം കൃത്യമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളും ചിന്തിക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് എങ്കിൽ പോലും പലരുടെയും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഇനിയും മാറിപ്പോയിട്ടില്ല. ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയിട്ടില്ല. ചില കുടുംബങ്ങളിൽ സന്തോഷം വന്നിട്ടില്ല, അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല. അതിനൊത്തിരി കാരണങ്ങളുണ്ടായിരിക്കാം. ദൈവത്തിന് സമയമാകാത്തത് കൊണ്ടായിരിക്കാം. ദൈവത്തിന് സമയത്താണല്ലോ ഇടപെടുന്നത്. ഒപ്പം തന്നെ ഞാൻ പലപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ, എന്തായിരിക്കാം അനുഗ്രഹങ്ങൾ കിട്ടാതിരിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ? എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാത്തത്? അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു എളിയ ബുദ്ധിയിൽ ദൈവം തന്ന ആലോചന പ്രകാരം ചിന്തിച്ചപ്പോൾ ഒരു കാര്യം, പഴയ നിയമ ഭാഗം വായിച്ചപ്പോൾ നമുക്കറിയാവുന്നൊരു വേദഭാഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ യാക്കോബ് ദൈവദൂതനോട്, അല്ലെങ്കിൽ ദൈവത്തോട് തന്നെ ഒരു കാര്യമുണ്ടല്ലോ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതം അതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ അവിടെ ആ അധ്യായത്തിൽ 22 മുതൽ 32 വരെ വായിക്കും വിശദമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. യാക്കോബ് തൻ്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 മക്കളെയും യാബോക്ക് കടവിന് അക്കരെ കടത്തുന്നുണ്ട്. തൻ്റെ എല്ലാ സാധന സാമഗ്രികളെല്ലാം കടത്തി കഴിയുമ്പോഴാണ്, ഒറ്റയ്ക്കായി ഇരിക്കുന്ന സമയത്താണ് ഒരു ദൈവദൂതൻ അടുക്കിലേക്ക് കടന്നു വന്നു. ആ ദൈവദൂതനുമായി ഒരു മൽപ്പിടുത്തം നടക്കുകയാണ്, ശക്തമായ മൽപ്പിടുത്തം. ആ സമയത്താണ് ദൈവദൂതൻ യാക്കോബിൻ്റെ
കാലിൻ്റെ തുടയിൽ തടത്തിൽ തൊടുന്നത് ഉളുക്ക് സംഭവിക്കുന്നുണ്ട്. നേരം പുലരാറായി. അവസാനം ദൈവദൂതൻ പറയുന്നുണ്ട്, നേരം ഉഷസാകാറായല്ലോ, പ്രഭാതമാകാറായി, നീ എന്നെ വിടണം എന്നാവശ്യപ്പെടുമ്പോഴാണ് യാക്കോബ് ദൈവദൂതനോട് പറയുകയാണ്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. സ്നേഹിക്കപ്പെട്ടവരെ, ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ആഗ്രഹമുണ്ടാകണം. ദൈവമേ, നീ എൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ എവിടെയായിരുന്നാലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ എൻ്റെ കൂടെയുണ്ടല്ലോ. അല്ല, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ യഥാർത്ഥമായി രുചിച്ചറിഞ്ഞവനാണ്, എങ്കിലും എൻ്റെ ചില പ്രശ്നങ്ങൾ ഇതുവരെയും മാറിയിട്ടില്ല. ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കുഷ്ഠരോഗിയായ മനുഷ്യൻ പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ഇവിടെ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് നമുക്ക് പറയണം. അനുഗ്രഹം പിടിച്ചു വാങ്ങണം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി നാം പരിശോധിക്കേണ്ടത്, യാക്കോബിൻ്റെ മുൻകാല ജീവിതത്തിലേക്ക് പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ എല്ലാം ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പനായ ഇസ്ഹാക്കിനെ യാക്കോബ് പറ്റിക്കുന്ന ഭാഗം. ഇസ്ഹാക്കിന് കണ്ണിന് കാഴ്ച കുറവായിരുന്നു. മൂത്ത മകൻ ഏശാവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്കാണല്ലോ അനുഗ്രഹം കിട്ടേണ്ടത്, ജ്യേഷ്ഠാവകാശമുള്ളത് നീ മൂത്ത മകനാണല്ലോ, നീ അതുകൊണ്ട് പോയി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി വേട്ടയിറച്ചി കൊണ്ടുവരണം. അവൻ പോവുകയാണ്. എന്നാൽ ഈ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേട്ടതായ ആ ജീവിത പങ്കാളി ഇളയ മോനെ വിളിച്ച് പറഞ്ഞു, മോനെ, ഇങ്ങനൊരു പരിപാടി ചേട്ടൻ വരുന്നതിന് മുമ്പ് നീ ഇറച്ചിയെല്ലാം റെഡിയാക്കി ചെയ്ത് അപ്പൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടും. അമ്മയുടെ വാക്ക് കേട്ട് ഈ മകൻ അപ്രകാരം വേഷപ്രച്ഛന്നനായി ഇറച്ചിയായിട്ട് ചെല്ലുമ്പോൾ അപ്പൻ ചോദിക്കും, നീ ആരാണ്? കണ്ണിന് കാഴ്ച കുറവാണല്ലോ. മോൻ പറയുക, ഞാൻ ഏശാവാണ്, നീ അടുത്തേക്ക് വാ. ശബ്ദം കേട്ടിട്ട് തോന്നുന്നില്ലല്ലോ. ഇതാ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ വേഷപ്രച്ഛന്നായി വന്നിരിക്കുന്ന യാക്കോബിന് തപ്പി നോക്കുന്നുണ്ട്. ശരീരം ഏശാവിൻ്റേത്, എന്നാൽ ശബ്ദം യാക്കോബിൻ്റേതെന്നല്ല അപ്പൻ പറയുന്നുണ്ട്. നീ ഏശാവ് തന്നെയോ? വീണ്ടും ചോദിക്കുന്നു. അതേ അപ്പ, ഞാൻ ഏശാവ് തന്നെ. യാക്കോബ് നുണ പറയുകയാണ്. നുണ പറഞ്ഞ് അപ്പനെ പറ്റിച്ച് അനുഗ്രഹം പിടിച്ചു വാങ്ങുകയായിരുന്നു. അനുഗ്രഹം കിട്ടി. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ടതൊരു കാര്യം, അങ്ങനെ യാക്കോബിന് ആ സമയത്ത് അനുഗ്രഹം കിട്ടി. പക്ഷേ അതുകൊണ്ട് ആ സമയത്ത് പ്രയോജനമുണ്ടായോ? പിന്നീട് നാളുകളിൽ അനുഗ്രഹത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നതായ ആ വഞ്ചന മൂലം ദുരിതങ്ങൾ ഉണ്ടാവുകയായിരുന്നു. അവനവിടെ എല്ലാം വിട്ട് ഓടേണ്ടി വന്നു. ദൂരെ പോയി അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അമ്മാവനാണ്, മരുമകനവിടെ സ്ഥാനമുണ്ട്. പക്ഷേ മരുമകന് വലിയ പരിഗണനയൊന്നും കിട്ടിയില്ല. ആ ലാബാൻ്റെ ഇളയമകൾ റാഹേലിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം തുറന്നു പറയുന്നുണ്ട് യാക്കോബ്. പക്ഷേ മൂത്ത മകൾ ലേയ നിൽക്കുകയാണ്. ലേയാണ് ആദ്യം വിവാഹം കഴിച്ചയക്കേണ്ടത്. അതുകൊണ്ട് ആ സമയത്ത് ലാബാൻ ചില തന്ത്രങ്ങളെല്ലാം പ്രയോഗിക്കുന്നു. അവിടെ ആടിനെ മേച്ചുകൊണ്ട് വർഷങ്ങളോളം ഒരു പണിക്കാരനെ പോലെ, ജീവനക്കാരനെ പോലെ അവിടെ ജീവിക്കേണ്ടി വന്നു നമ്മുടെ യാക്കോബിന്. അനുഗ്രഹം പണ്ട് കിട്ടിയത് പക്ഷേ കഷ്ടതകളായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയി വർഷങ്ങളേറെ കഴിഞ്ഞപ്പോഴാണ് വിവാഹത്തിലേക്ക് വരുന്നത്. പക്ഷേ വാസ്തവത്തിൽ വിവാഹം ചെയ്ത് കൊടുത്തത് റാഹേലിനെ അല്ല, ലേയയായിരുന്നു ഈ അപ്പൻ ലാബാൻ. ആദ്യ രാത്രി കഴിഞ്ഞപ്പോഴാണ് യാക്കോബിന് ചതി മനസ്സിലായത്. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിച്ചു തന്നു. അമ്മാവനായ ലാബാൻ എന്നെ പറ്റിച്ചു എന്ന് യാക്കോബിന് മനസ്സിലായി. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പണ്ട് സ്വന്തം അപ്പനായ ഇസ്ഹാക്കിനെ മകനായ യാക്കോബ് പറ്റിച്ചു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മാവനായ ലാബാൻ മരുമകനായ യാക്കോബിനെ പറ്റിച്ചു. പ്രിയമുള്ളവരെ, മനസ്സിലാക്കണമേ, ആ വഞ്ചന മൂലം, കാപട്യ മൂലം, നുണ പറഞ്ഞുകൊണ്ട് അപ്പനെ പറ്റിച്ചതുകൊണ്ട് പിന്നീടുള്ള നാളുകൾ അതേ വഞ്ചനയ്ക്ക് മറ്റൊരു രീതിയിലൂടെ ആ കാര്യങ്ങളിലേക്കെല്ലാം കടന്നു വന്ന് ജീവിതത്തിൽ പരാജയം നേരിടുന്ന അവസ്ഥയിലേക്ക് യാക്കോബിൻ്റെ ജീവിതം മാറുകയായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യാക്കോബിന് നമുക്ക് ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും, യാക്കോബിന് മനസ്സിലായി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ദൈവം എന്നെ അനുഗ്രഹിക്കണം. ദൈവം എന്നെ അനുഗ്രഹിക്കാതെ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ദൈവദൂതനുമായി മൽപ്പിടുത്തമുണ്ടാകുന്നത്.
ആ സമയത്താണ് യാക്കോബ് പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കർത്താവ് ഈ പ്രശ്നങ്ങൾ മാറിപ്പോകണം, ഈ പ്രതിസന്ധികൾ മാറിപ്പോകണം, എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നീ എന്നെ അനുഗ്രഹിക്കണം, നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല ഞാൻ നിന്നെ വിടുകയില്ല. കുഷ്ഠരോഗി പറഞ്ഞതുപോലെ, യേശുവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും, ഈ പ്രതിസന്ധികൾ മാറ്റുവാൻ കഴിയും. നമ്മൾ വിശ്വാസത്തോടെ പറയണം. വിശ്വാസമുണ്ട്, പക്ഷേ ഈ കാര്യം കൂടി നടക്കണം. കാരണം ദൈവദൂതൻ ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്ത്? അടുത്ത വാക്യം അങ്ങനെയാണ്. ആ ചോദിക്കുമ്പോൾ യാക്കോബ് അവിടെ നുണ പറയുന്നില്ല. അപ്പനോട് നുണ പറഞ്ഞു ഏശാവെന്ന്, പക്ഷേ ഈ സമയത്തോട് നുണ പറയുന്നില്ല. പറയുന്നു, എൻ്റെ പേര് യാക്കോബ്. പ്രിയമുള്ളവരെ, ഇവിടെ യാക്കോബ് നുണ പറയുന്നില്ല, സത്യം പറയുകയാണ്. ദൈവദൂതൻ വീണ്ടും പറയുന്നു, നീ ദൈവത്തോട് മനുഷ്യനോട് മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് ഇനിമേൽ നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് എന്ന പേര് ഉബായി എന്നാണ് അർത്ഥം. എന്നാൽ ദൈവത്തിൻ്റെ പ്രഭു എന്നർത്ഥമുള്ള ഇസ്രായേലായി യാക്കോബ് മാറുകയാണ്. വലിയൊരു ജനതയായി, വലിയൊരു അത്ഭുതമായ അനുഗ്രഹമായി മാറുകയായിരുന്നു. പിന്നീടുള്ള നാളുകളൊക്കെ അനുഗ്രഹത്തിൻ്റെ നാളുകളായിരുന്നു. പിന്നീട് കഷ്ടതകളൊക്കെ ഉണ്ടായി എങ്കിൽ പോലും ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് എന്താണ്? ഈജിപ്തിലേക്ക് കടന്നു ചെന്ന് ഫറവോ രാജാവിനെ അനുഗ്രഹിക്കാൻ പോലുമുള്ളതായ വലിയ കൃപ ഈ യാക്കോബിനുണ്ടായി, മകനായ യോസേപ്പ് മൂലം. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം അനുഗ്രഹിക്കാൻ കാരണം അവിടെ ദൈവദൂതൻ അല്ല, ദൈവം തന്നെയായത്. ഞാൻ ദൈവത്തെ മുഖാമുഖം കണ്ടുമുട്ടിയല്ലോ യാക്കോബിനോട് പറയുന്നുണ്ട് ആ ഭാഗത്ത്. ദൈവത്തെ കണ്ടുമുട്ടി, ചോദിച്ചപ്പോൾ പേര് ചോദിച്ചു, നുണ പറഞ്ഞില്ല, സത്യം പറഞ്ഞു. പണ്ട് പറഞ്ഞ നുണ തിരുത്തുകയാണ്. പിന്നീട് അനുഗ്രഹത്തിൻ്റെ നാളുകൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ വരികയായിരുന്നു. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത്. ഇവിടെ യാക്കോബ് നുണ പറഞ്ഞ് അപ്പനെ പറ്റിച്ച് മേടിച്ചതായ ആ അനുഗ്രഹം അത് ഭംഗിയായി തീർന്നില്ല. എന്നാൽ പിന്നീട് ദൈവസന്നദ്ധിയിൽ നേര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് തന്നെ മാറുകയാണ്, മേൽവിലാസം തന്നെ മാറുകയാണ്. അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം പിന്നീട് നയിക്കുവാനിടയായി. എഫേസ് ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്കിൽ പറയുന്ന പോലെ, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. മാതാപിതാക്കന്മാരെ സ്നേഹിക്കണം, നുണ പറയരുത്, അവരെ കളിയാക്കരുത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ തിരുത്തൽ നടത്തുവാൻ തയ്യാറാകണം. നമ്മൾ ആദ്യം വായിച്ചതായി ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ അവിടെ കുഷ്ഠരോഗിയായ മനുഷ്യൻ യേശുവിനെ കണ്ട് കവിണ്ണു വീണ് സാഷ്ടാംഗ പ്രണാമം സറണ്ടർ ചെയ്തുകൊണ്ട് പറയുകയാണ്, അപേക്ഷിക്കുകയാണ്, യേശുവേ കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു തമ്പുരാൻ അവൻ്റെ വിശ്വാസം കണ്ടിട്ട്, അവന് സമർപ്പണം കണ്ടിട്ട് പറയുകയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന് പറഞ്ഞ് കൈ നീട്ടി അവന് തൊട്ടു. ക്ഷണത്തിൽ, ആ സമയത്ത് തന്നെ, ഇമ്മീഡിയറ്റ്ലി, ആ നിമിഷം തന്നെ അവൻ്റെ കുഷ്ഠരോഗം മാറിപ്പോയി. മരുന്ന് ഫലിക്കില്ലാത്തതായ, മരുന്നില്ലാത്തതായ, യാതൊരു സാധ്യതയുമില്ലാത്തതായ കുഷ്ഠരോഗം യേശു തൊട്ടപ്പോൾ ആ നിമിഷം മാറിപ്പോയി. യേശു പറഞ്ഞു, ആരോടും പറയണ്ട, പക്ഷേ നീ പുരോഹിതന്മാർക്ക് നിന്നെ തന്നെ കാണിച്ചു കൊടുക്കണം. അത് രോഗം ഭേദമായി സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അവർ സാക്ഷ്യപ്പെടുത്തണം. യേശു തൊട്ടപ്പോൾ ഒരിക്കലും സുഖമാകില്ലാത്ത രോഗം മാറി. പ്രിയമുള്ളവരെ, യേശു തൊടാൻ, യേശു അനുഗ്രഹിക്കാൻ തയ്യാറായി എപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നാം വിട്ടുകൊടുക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ തിരുത്തുവാൻ നാം തയ്യാറാകണം. ഞാൻ ആദ്യം ഒരു കർത്തദാസൻ്റെ അനുഭവം പങ്കുവച്ചില്ലേ. അങ്ങനെ കടഭാരം വന്ന്, പിന്നീട് ഹൃദയസംബന്ധം അസുഖം വന്ന് അങ്ങ് തകർന്നിരിക്കുന്ന സമയത്താണ് ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയി. അവിടെ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി. ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വന്നു. അവിടെ വെച്ച് തന്നെ ആ ഹൃദയത്തിലെ ബ്ലോക്കുകൾ മാറിപ്പോയി. പിന്നീട് ആ മനുഷ്യനും ജീവിത പങ്കാളിയും ആ ധ്യാനകേന്ദ്രത്തിലെ സജീവ പ്രവർത്തകരായി മാറി. അവിടുത്തെ വാഹനം ഓടിക്കും, അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി, അവിടുത്തെ പണിയെല്ലാം ചെയ്യും, ശുശ്രൂഷയ്ക്കെല്ലാം കൂടെ പോകും, പ്രാർത്ഥിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ മുന്നോട്ട് പോയി. വർഷങ്ങളേറെ കഴിഞ്ഞു പോയി. പിന്നീട് അവിടുത്തെ ചാപ്പലിലെ മദ്ബഹ ശുശ്രൂഷകനൊക്കെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ 2 മക്കൾ അവർ പഠിച്ച് മുന്നോട്ട് പോയി. മൂത്ത മകന് ജോലിയായി, നല്ല ജോലി കിട്ടി. ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു 5 സെൻറ്റ് സ്ഥലവും വീടും കൂടെ വാങ്ങുവാനിടയായി. വീണ്ടും മുന്നോട്ട് പോയി. പ്രിയമുള്ളവരെ, ആ ഇളയമോക്ക് നേഴ്സാണ്, വിദേശത്ത് ജോലി കിട്ടി. ഈ അടുത്ത ദിവസം ആയിരുന്നു ആ മോളുടെ വിവാഹം. ഞാനതിൻ്റെ മദർവെപ്പ് ശുശ്രൂഷയ്ക്ക് ഞാൻ പോയതാണ്. തന്നെയുമല്ല, ആ മോൻ്റെ വിവാഹവും അടുത്ത മാസം ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്.
അദ്ദേഹവും ഭാര്യയും എന്നോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ണ് നിറഞ്ഞു പ്രാർത്ഥിച്ചവിടെ നിന്ന് പോരുമ്പോൾ. കാരണം ജീവിതത്തിൽ ഈ നാളുകളിൽ ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ പ്രതി ഓർക്കുമ്പോൾ അവർ നന്ദി പറയുക ദൈവത്തോട്. തന്നെയുമല്ല, ഞാൻ ചിന്തിക്കുന്നു, ആ മനുഷ്യൻ ജീവിത പങ്കാളിയും അന്ന് ഒരു ധ്യാനത്തിൽ പോയിരുന്നില്ല എങ്കിൽ, ആ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു ചെന്ന് ആ ധ്യാനം കൂടിയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു തകർന്നു പോയേനെ. പക്ഷേ ധ്യാനം കൂടി ദൈവത്തെ കണ്ടുമുട്ടി ജീവിതത്തിൽ തിരുത്തി മുന്നോട്ട് പോയപ്പോൾ, പിന്നീട് ദൈവത്തോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ദൈവം തമ്പുരാൻ അനവധിയായ അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിലേക്ക് ഒഴുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവർ, ഇതുതന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടത്. യാക്കോബിൻ്റെ അനുഭവത്തോടെ നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനമെടുത്ത് ദൈവസന്നിധി ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെയൊക്കെ ജീവിതം, നമ്മുടെ മക്കളുടെ ജീവിതം, നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തയ്യാറാണ്. യേശു ആ കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയതുപോലെ യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്. എന്നോടും നിങ്ങളോടും പറയുക, മോനെ മോളെ എനിക്ക് മനസ്സുണ്ട് കേട്ടോ. പക്ഷെ നീ ഒന്ന് സമർപ്പിക്കുക, നീ ഒന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യുക, നിന്നെ തന്നെ സറണ്ടർ ചെയ്യണം. ഇതാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. യേശുവിടെ കുഷ്ഠരോഗികളൊന്നും പറഞ്ഞില്ല, അവൻ നേരിട്ട് ചെന്നതാണ്. ഇതുപോലെ നമുക്ക് വിശ്വാസം വേണ്ട, നമ്മൾ ദൈവത്തെ വിളിക്കുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ഇനിയും തിരുത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ജയിലിലേക്ക് അവിടുത്തെ രാജാവ് കടന്നു ചെന്നു. തടവറയിലെ അവരെ എല്ലാവരും ഒന്ന് കാണുവാൻ വേണ്ടിയിട്ടാണ്. തടവുകാരോട് സംസാരിച്ചു. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, രാജാവേ, തിരുമേനി, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ തെറ്റു ചെയ്തില്ല, പക്ഷേ ഞാൻ എങ്ങനെയും ഇതിൽ പെട്ടുപോയി, എന്നെ രക്ഷിക്കണം കേട്ടോ, ഞാനിവിടെ കിടക്കേണ്ട വ്യക്തിയല്ല എന്നെല്ലാം മിക്കവാറും തടവുകാർ അങ്ങനെ പറഞ്ഞു. എന്നാൽ ഒരാളോട് സംസാരിച്ചപ്പോൾ ആ തടവുപുള്ളി പറഞ്ഞു, രാജാവേ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തവനാണ്, ഞാൻ ഇവിടെ കിടക്കുവാൻ യോഗ്യനാണ്, ഞാൻ ശിക്ഷാർഹനാണ്, എനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന് ആത്മാർത്ഥമായി പറയുവാൻ സാധിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് എല്ലാ തടവുകാരെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇവിടെ ഒരാളൊഴുകി ബാക്കി എല്ലാ തടവുകാരും നിങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ ഒരാൾ പറഞ്ഞു, ഞാൻ തെറ്റുകാരനാണ്, കുറ്റവാളിയാണ്, ഞാനിവിടെ വന്ന് കിടക്കേണ്ടവനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു കാര്യം ബോധ്യമാവുകയാണ്, തെറ്റ് ചെയ്യാത്ത നീതിമാന്മാരായ 99% ആളുകളുടെയും കൂടെ തെറ്റ് ചെയ്ത ഒരു കുറ്റവാളി കിടക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചതായ ആ മനുഷ്യനെ ഞാനിപ്പോൾ ജയിലിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉത്തരവിടുകയാണ് എന്ന് പറഞ്ഞു. അയാളെ മോചിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ നാം ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറയാൻ തയ്യാറായാൽ നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിൽ നമ്മളെ മോചിപ്പിക്കുവാൻ നമ്മുടെ ദൈവം തയ്യാറാണ്. അതോടൊപ്പം ഇന്നുണ്ടായ പ്രതിസന്ധികൾ നമുക്ക് ഒത്തിരി ഉണ്ട്. പക്ഷേ നമ്മളെല്ലാം അത് പോസിറ്റീവായി കാണുക. ദൈവം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നെഗറ്റീവ് ചിന്താഗതികളെല്ലാം മാറ്റണം. അത് മാറ്റി നമ്മൾ വീണ്ടും ദൈവവിശ്വാസമുണ്ട്. ഒപ്പം തന്നെ തിരുത്തേണ്ടത് തിരുത്തി നമ്മൾ പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തിരുത്തിപ്പോകുമ്പോൾ യാക്കോബിൻ്റെ ജീവിതാനുഭവത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട്, ധ്യാനിച്ചുകൊണ്ട്, പണ്ട് നുണ പറഞ്ഞു, അപ്പനെ പറ്റിച്ചു, പക്ഷേ പിന്നീട് ഒരവസരമുണ്ടായപ്പോൾ ദൈവദൂതൻ ചോദിച്ചപ്പോൾ നിൻ്റെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നുണ പറയാതെ നേര് പറഞ്ഞതുകൊണ്ട് യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. നേര് പറഞ്ഞ് നിഷ്കളങ്കന്മാരായി ജീവിക്കുവാൻ തീരുമാനമെടുത്താൽ, വന്നുപോയ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുവാൻ തയ്യാറായാൽ, മദ്യപാനമോ ഉറുക്കൂത്തുകളോ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ, മോഷ്ടിച്ചിട്ടുണ്ടോ, വഴക്കടിച്ചിട്ടുണ്ടോ, നുണ പറഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെ ചിന്തിച്ച് ഏറ്റുപറയുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. കുഷ്ഠരോഗിയായ മനുഷ്യൻ കടന്നു വന്നത് ആ ദൈവത്തിലുള്ളതായ യേശുവിലുള്ളതായ പരിപൂർണ്ണ വിശ്വാസം കൊണ്ടാണല്ലോ. ഒപ്പം തന്നെ അവൻ്റെ സമർപ്പണവുമാണ്. അതുകൊണ്ട് ആരും നിരാശപ്പെട്ടു പോകാതെ 57 സങ്കീർത്തനം 2 വാക്യം പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലതും നിറവേറ്റി തരുന്ന ദൈവത്തെ തന്നെ. സ്നേഹിക്കപ്പെട്ടവരെ, നാം വിളിച്ചപേക്ഷിക്കുന്നത് അത്യുന്നതനായ ദൈവത്തെയാണ്, സർവശക്തനായ ദൈവത്തെയാണ്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെയാണ്. ആ ദൈവം സർവവല്ലഭനാണ്.
അവൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. അവൻ കൈ നീട്ടി നിൽക്കുകയാണ് നമ്മെ അനുഗ്രഹിക്കുവാൻ. അനുഗ്രഹം പിടിച്ചു വാങ്ങണം. യേശുവേ, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലെന്ന് ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയാൻ സാധിക്കണം. ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ നുണ പറയാതെ നിഷ്കളങ്കരായി ജീവിക്കുവാൻ, തെറ്റുപറ്റിയത് ഏറ്റു പറയുവാൻ തീരുമാനമെടുത്താൽ ദൈവം അനുഗ്രഹിക്കും. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ, എനിക്കു വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവം തമ്പുരാനെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തോട് ചേർന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. കുഷ്ഠരോഗിയായ മനുഷ്യൻ കടന്നു വന്നു, നിന്നോട് പ്രാർത്ഥിച്ചൊപ്പം തന്നെ അവൻ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ, ആ യാക്കോബ് ദൈവദൂതനോട് അല്ല നിന്നോട് പറഞ്ഞതുപോലെ നുണ പറയാതെ ഇനിയുള്ള കാലം നിഷ്കളങ്കരായി ജീവിക്കുവാൻ, പരിപൂർണമായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ തക്കവണ്ണം, തെറ്റുപറ്റിയത് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഞങ്ങളെല്ലാവരും തീരുമാനമെടുത്തുകൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് കർത്താവേ നിന്നോട് യാചിക്കുന്നു. ഒത്തിരി പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നിരാശയും നെടുവീർപ്പുകളും സങ്കടങ്ങളും രോഗവും ദുഃഖവും എല്ലാം ഉണ്ട് കർത്താവേ. വചനം കേൾക്കുന്ന ഓരോ മക്കളും പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളിന്ന് സൗഖ്യമാക്കുവാൻ കഴിയുമല്ലോ, ഞങ്ങളുടെ ഇന്നുള്ളതായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സാധിക്കുമെന്ന് ദൈവമേ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. കരുണ തോന്നണമേ. കുഷ്ഠരോഗിയോട് നീ പറഞ്ഞുവല്ലോ എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകുക എന്ന്. ഞങ്ങളോടൊന്ന് പറയണം കർത്താവേ, ഞങ്ങളോട് മനസ്സലിയണമേ, നിൻ്റെ ആണിപ്പാനുള്ള കരം നീട്ടണമേ, ഞങ്ങളെ സ്പർശിക്കണമേ പൊന്നു തമ്പുരാൻ. ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോടും കരുണ കാണിക്കുമാറാകണമേ, സൗഖ്യമാക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ, പ്രശ്നങ്ങൾ മാറിപ്പോകണമേ. യേശുവെ കരുണ കാണിക്കണമേ. എല്ലാ കുടുംബങ്ങളിലും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം കർത്താവേ. യുവജനങ്ങൾ വഴിതെറ്റിപ്പോകാതെ കാത്തു പരിപാലിക്കുമാറാകണമേ. കോവിഡ് മഹാമാരി നീങ്ങിപ്പോകണമേ. അത്യുന്നതനായ ദൈവമേ, ഞങ്ങൾ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ ദൈവമേ കരുണ കാണിക്കണമേ. ആയത് ശുദ്ധിമതിയായ ദൈവമാതാവിൻ്റെയും സർവ്വശുദ്ധന്മാരുടെയും മധ്യസ്ഥ യാചിക്കുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.